സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്മയ്ക്ക് മുകളിൽ തിന്മ വിജയം നേടുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും സിദ്ധാർത്ഥനും ദേവികയും ഹരിയങ്ങളും ചേർന്ന് നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു ദിവസത്തിന് മുമ്പായിട്ട് തന്നെ ഋഷിയും ഇസബല്ലയും ചേർന്ന് പുതിയൊരു പ്ലാൻ ഒരുക്കാണ് നന്ദനെ തട്ടിക്കൊണ്ടു പോകാൻ. പക്ഷേ ഇസബല്ലയാണെങ്കിൽ ഈ സത്യങ്ങളൊന്നും കെവിനോട് തുറന്ന് പറയണില്ല. ഋഷി അരുന്ധതിയോട് തുറന്ന് പറയണമുണ്ട്. അങ്ങനെ രാത്രിയിൽ ഇസബല്ല ആ ഗുണ്ടകളോട് സംസാരിക്കുന്ന സമയത്ത് കെവിൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അത് ആരാ ബെല്ലാന്ന് ചോദിക്കുമ്പം ഇസബല്ല അതിന് കൃത്യമായിട്ടൊരു മറുപടി ഒന്നും കൊടുക്കണില്ല. എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ, അതിനുശേഷം നീ സത്യങ്ങൾ അറിഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ നീ ഉടക്കുണ്ടാക്കും എന്ന് പറയുമ്പോൾ തന്നെ കെവിന് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ല ഏർപ്പാട് ചെയ്ത ആ ഒരു ഗുണ്ടകൾ ചന്ദ്രോത്തേക്ക് എത്താണ്. ഈ സമയം പ്രഭാവതിയും സിദ്ധാർത്ഥനും നല്ല ഉറക്കം തന്നെയാണ്. അവരങ്ങനെ നന്ദൻ്റെ റൂം ഏതാണെന്ന് നോക്കി പോകുന്നുണ്ട്. പിന്നീട് നന്ദൻ്റെ റൂമിൽ ചെന്നതും ഈ ഗുണ്ടകൾ ആദ്യം തന്നെ നന്ദനെ ബോധം കെടുത്തുന്നുണ്ട്. പിന്നീട് അനക്കമൊന്നും കേൾപ്പിക്കാതെ തന്നെ നന്ദനെ തോളത്തിട്ട് ഈ ഗുണ്ടകൾ കാറിലോട്ട് കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയം നന്ദനാണെങ്കിൽ സംഭവങ്ങളൊന്നും അറിയണില്ല. നന്ദൻ നല്ല ഉറക്കത്തിലായിരുന്ന സമയത്താണ് ഈ ഗുണ്ടകൾ വന്ന് ബോധം കെടുത്തി കൊണ്ടുപോകുന്നത്. പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്ത് പ്രഭാവതി എഴുന്നേറ്റതും കോഫി ഇട്ടുകൊണ്ട് നന്ദന് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നന്ദൻ്റെ റൂമിൽ ചെന്നിട്ട് നോക്കണ സമയത്ത് ബെഡിലൊന്നും നന്ദനെ കാണുന്നില്ല. അപ്പം പ്രഭാവതി വിചാരിക്കുന്നുണ്ട് നന്ദൻ ഇതെവിടെ പോയി, ബാത്റൂമിലായിരിക്കുമെന്ന് വിചാരിച്ച് ബാത്റൂം തുറന്നു നോക്കണ സമയത്ത് ബാത്റൂമിൽ നന്ദനെ കാണുന്നില്ല. ആ സമയം പ്രഭാവതിക്കാണെങ്കിൽ ആകെ ഭയാവുന്നുണ്ട്. ഇന്ന് സ്റ്റേഷനിൽ ഹാജരാക്കണ കാര്യം ഓർത്തിട്ട് നന്ദൻ പേടിച്ച് അങ്ങോട്ടിങ്ങനെ പോയതായിരിക്കുമോ, എന്നാലും എൻ്റെ മോൻ എന്ത് സംഭവിച്ചു കാണോ, ഇനി അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കാണോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഭാവതി വേഗം തന്നെ സിദ്ധു എന്ന് വിളിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. ഈ സമയത്ത് സിദ്ധാർത്ഥനാണെങ്കിൽ പ്രഭാവതിയുടെ കരച്ചിൽ കേട്ടിട്ട് എന്താ പ്രഭ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം സിദ്ധു അവിടെ നന്ദനില്ല എന്ന് പറയണു. നന്ദനില്ലാന്നോ, നീ എന്തൊക്കെയാണ് പ്രഭ ഈ പറയണേന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് സിദ്ധുവിന് മനസ്സിലായില്ലേ നന്ദൻ്റെ റൂമിൽ നന്ദനില്ലാന്ന്. അത് കേട്ടതും സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് റൂമിലില്ലാതെ പിന്നെ അവൻ എവിടെ പോയതാ, അവനോട് പുറത്തേക്കൊന്നും പോകരുതെന്ന് പറഞ്ഞിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പം ഇതങ്ങനെയൊന്നും അല്ല സിദ്ധു, നന്ദൻ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് ആപത്ത് സംഭവിച്ചതൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ അവൻ ഇന്ന് സ്റ്റേഷനിൽ ഹാജരാവാൻ പറ്റാഞ്ഞിട്ട് എവിടെയെങ്കിലും പോയേക്കണേ ആയിരിക്കും എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ഇല്ല സിദ്ധു, നന്ദനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അവൻ ഈ കാര്യത്തിൽ ഉറപ്പിച്ച് തന്നെ നിന്ന് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് എല്ലാവരെയും അറിയിക്കും സിദ്ധു എന്ന്. അങ്ങനെ സിദ്ധാർത്ഥൻ ഫോണെടുത്ത് ദേവികയ്ക്ക് വിളിക്കുന്നുണ്ട്. ഇതേസമയം ദേവികയാണെങ്കിൽ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിദ്ധാർത്ഥൻ്റെ കോൾ വരുന്നത്. അങ്ങനെ ദേവിക ഫോൺ എടുത്തതും ഞാനിപ്പോൾ തന്നെ ഇറങ്ങും അച്ഛാന്ന് പറയുന്നത്. അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് അതല്ല മോളെ വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന്. അന്നേരം എന്താ അച്ഛാന്ന് ചോദിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് ഈ നന്ദനെ ഇവിടെ കാണുന്നില്ലാന്നേ, നന്ദുവിനെ കാണുന്നില്ലെന്നോ, നന്ദു എവിടെ പോയി എന്ന് ചോദിക്കുമ്പം അത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല, പ്രഭ രാവിലെ ചായ കൊണ്ട് ചെന്നപ്പം നന്ദുവിനെ റൂമിലൊന്നും കാണുന്നില്ല. അന്നേരം ദേവിക പറയുന്നുണ്ട് വീട്ടിലെവിടെയെങ്കിലും കാണുക വെച്ചാൽ അവിടെ നിങ്ങൾ ശരിക്കും നോക്കുമെന്ന് പറയുമ്പം എല്ലായിടത്തും നോക്കി മോളെ ഇവിടെയൊന്നും ഇല്ല, മോളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പം ഇല്ല, ഇന്ന് സ്റ്റേഷനിൽ ഹാജരാവാൻ പോവാമെന്ന് ഉറപ്പിച്ച് പറഞ്ഞതല്ലോ നന്ദു, പിന്നെ ഇതെവിടെ പോയി, ഇനി ആരെങ്കിലും നന്ദുവിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ, അച്ഛൻ എത്രയും പെട്ടെന്ന് പോലീസിൽ വിവരം അറിയിക്കുന്നു. എന്നിട്ട് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് ഞാൻ പോലീസിൽ അറിയിക്കാൻ മോളും ഒന്ന് വിളിച്ചു പറഞ്ഞുതരുന്നത്. അങ്ങനെ ദേവിക ഫോൺ വെച്ചതും ശാരിക അങ്ങോട്ട് വരുന്നുണ്ട്. ദേവികയുടെ പരിഭ്രമം കാണുമ്പോൾ ശാരിക ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അതൊരു പ്രശ്നമുണ്ട് ശാരി, നന്ദുവിനെ വീട്ടിൽ കാണുന്നില്ല എന്ന്. ആ സമയത്ത് ശാരിക പേടിയോടുകൂടി ചോദിക്കുന്നുണ്ട് എന്ത് നന്ദേട്ടനെ കാണുന്നില്ല എന്നോ, നന്ദേട്ടൻ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ആർക്കും അറിയില്ല, രാവിലെ അമ്മ കോഫി ആയിട്ട് ചെന്നപ്പോൾ നന്ദു റൂമിലുണ്ടായിരുന്നില്ല, അവിടെ ആകെ നോക്കി അവിടെ ഒന്നും നന്ദുവിനെ കാണുന്നില്ല എന്ന്. ആ സമയത്ത് ശാരികയ്ക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് വേഗം തന്നെ ദേവിക ഫോണെടുത്ത് ഗിരീഷ് ഏട്ടനൊന്ന് വിളിക്കട്ടെ ശാരി എന്നും പറഞ്ഞ് ഗിരീഷിനെ വിളിക്കുന്നുണ്ട്. ഇതേസമയം ഗിരീഷിനും രജനിയാണെങ്കിൽ ഇന്ന് സ്റ്റേഷനിൽ നന്ദനെ ഹാജരാക്കണ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഗിരിയുടെ അമ്മ അങ്ങോട്ട് വന്നിട്ട് ഗിരീഷിനോട് ചോദിക്കുന്നുണ്ട് നീ പോകുന്നുണ്ടോ ഗിരി എന്ന് ചോദിക്കുമ്പം പിന്നെ ഞാൻ പോകണ്ടേ, ദേവികയും ഹരി സാറും അതുപോലെ സിദ്ധാർത്ഥൻ സാറും ഞാനും കൂടിയാണ് നന്ദൻ്റെ കൂടെ പോകണേന്ന്. അങ്ങനെ ഇവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് ഫോൺ ബെല്ലടിക്കണേ. വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ദേവികയല്ല വിളിക്കണേന്ന് പറഞ്ഞതും രജനി പറയുന്നുണ്ട് അവളെന്തിനാ എപ്പോഴും ഗിരീനെ വിളിക്കണേ. ആ സമയം ഗിരീഷ് മിണ്ടാതിരിക്കുന്നും പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്തതും ഗിരീഷ് ഏട്ടാ നന്ദുവിനെ കാണുന്നില്ല എന്ന് പറയുന്നു ദേവിക. അത് കേട്ടതും ഗിരീഷ് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നന്ദന എവിടെ പോയി എന്ന് ചോദിക്കുമ്പം ആർക്കും അറിയില്ല ഗിരീഷ് ഏട്ടാ, അമ്മ രാവിലെ ചായ ആയിട്ട് ചെന്നപ്പോൾ നന്ദുവിനെ റൂമിൽ കണ്ടില്ല, പിന്നെ വീട്ടിലൊക്കെ നോക്കി അവിടെ ഒന്നും നന്ദുവില്ല എന്ന്. അത് കേട്ടതും ഗിരീഷൻ തലേദിവസം ഈ ശാരിക വന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. നന്ദേട്ടനെ സൂക്ഷിക്കണം ഗിരീഷ് ഏട്ടാ, നന്ദേട്ടന് എന്തെങ്കിലും ആപത്ത് വരാൻ സാധ്യതയുണ്ട്, ശത്രുക്കൾ അത്രക്കാരായതുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് ഈ ശാരിക പറഞ്ഞതും ഗിരീഷ് ശാരികയ്ക്ക് നന്ദനെ നോക്കിക്കോളാന്ന് ഉറപ്പ് കൊടുത്തതായിട്ടുള്ള ആ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ശാരിക പറഞ്ഞത്
പറഞ്ഞതുപോലെ തന്നെ ആയല്ലോ കാര്യങ്ങൾ എന്ന് പറയുമ്പം ദേവിക ചോദിക്കുന്നുണ്ട്, ശാരിക എന്ത് പറഞ്ഞു എന്നാ ഗിരീഷേട്ടൻ പറയണേന്ന് ചോദിക്കുമ്പം, അല്ല ഇന്നലെ ശാരി എന്നെ കാണാൻ വന്നിരുന്നു, എന്നിട്ട് എന്നോട് ദേവികേനെയും നന്ദനെയും ഒന്ന് ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, അവൾ അങ്ങനെ പറഞ്ഞു, എന്നിട്ട് അവൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്തായാലും പോലീസിൽ അറിയിച്ചില്ലേന്ന് ചോദിക്കുന്ന സമയത്ത് ദേവിക പറയുന്നുണ്ട്, അച്ഛനും ഞാനും വിളിച്ച് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അവർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ ഗിരീഷ് ഫോൺ വെച്ചതും രജനി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഗിരി, എൻ്റെ നന്ദന എന്താ പറ്റിയെന്ന് ചോദിച്ച് കരയുമ്പം നന്ദന എന്താ പറ്റിയെന്നൊന്നും അറിയില്ല. രാവിലെ പ്രഭാവതി മേഡം ചായ ആയിട്ട് വന്നപ്പം നന്ദൻ റൂമിലില്ല, വീട്ടിലൊന്നും നന്ദനില്ല എന്ന്. അത് കേട്ടതും രജനിയാണെങ്കിൽ നന്ദനെ അവരെന്തെങ്കിലും ചെയ്തു കാണുമോ ഗിരി, അരുന്ധതി മേഡം എന്തെങ്കിലും ചെയ്തു കാണുമോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയുമ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട്, നീ ഒന്ന് സമാധാനപ്പെടും രജനി, ഇന്നലെ ശാരിക വന്നപ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞതാ നന്ദനെ ശ്രദ്ധിക്കണമെന്ന്, പക്ഷെ ഞാൻ ആ കാര്യം മറന്നുപോയി രജനി, എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ മിസ്റ്റേക്കാണ്. അപ്പോൾ തന്നെ ഞാനൊന്ന് ചന്ദ്രോത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ഗിരീഷ് പോകാൻ ഇറങ്ങുമ്പം രജനി പറയുന്നുണ്ട്, ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞ് രജനിയും വണ്ടിയുടെ പുറകെ കയറി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിനെയാണ്. പ്രഭാവതി ആണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട്, എൻ്റെ മോൻ എന്തോ ആപത്ത് പറ്റിയെന്നും പറഞ്ഞ്. ആ സമയത്ത് സിദ്ധാർത്ഥൻ വന്നിട്ട് പറയുന്നുണ്ട്, താനൊന്ന് സമാധാനപ്പെട്, നന്ദൻ എവിടെയാണെന്ന് അന്വേഷിക്കാൻ പോലീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരിപ്പോൾ തന്നെ അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊരു സംശയം, ഇനിയിപ്പോൾ തൻ്റെ അറിവോടുകൂടി നന്ദനെ കൂടിയെങ്കിലും മാറിയതാണോ എന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, സിദ്ധു എന്താ സിദ്ധു ഇങ്ങനെ ചോദിക്കണേന്ന് ചോദിക്കുമ്പം, അല്ല തനിക്ക് നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണതിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ താനിനി നന്ദനെ എവിടെയെങ്കിലും മാറ്റി നിർത്തിയേക്കണേയാണോ എന്ന് എനിക്കൊരു സംശയം എന്ന് പറയുമ്പം, ഇല്ല സിദ്ധു, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, ഇന്നലെ രാത്രി വരെയും നന്ദൻ സ്റ്റേഷനിൽ പോയി ഹാജരാവണമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് ഇഷ്ടക്കുറവുണ്ടായിരുന്നെങ്കിലും നന്ദൻ്റെ തീരുമാനം അത് തന്നെയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെയല്ലേ നന്ദനെ കാണാണ്ടായേക്കണേ, നന്ദൻ സ്വയമേ എങ്ങോട്ടും പോയിട്ടില്ല, ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതായിരിക്കും സിദ്ധുന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലേനെയും കുരുവിളേനെയാണ്. കുരുവിള ഇസബല്ലയോട് പറയുന്നുണ്ട്, ഇസബല്ല ഒരു പ്രശ്നമുണ്ട്, നന്ദനെ കാണാനില്ല എന്ന്. അത് കേട്ടതും ഇസബല്ലയാണെങ്കിൽ ഒരു കുലുക്കമൊന്നും ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് കുരുവിളയ്ക്കൊരു സംശയം തോന്നുന്നുണ്ട്. എന്നിട്ട് കുരുവിള ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ ഇത് കേട്ടിട്ട് ഒരു കുലുക്കം ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ, അതിന് ഞാനെന്തിനാ കുലുങ്ങണത്, ഞാനൊരു കാര്യം പാപ്പനോട് നേരത്തെ തന്നെ പറഞ്ഞില്ലേ, ഞാൻ എന്താഗ്രഹിച്ചോ അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുമെന്ന്. ആ സമയം കുരുവിള പറയുന്നുണ്ട്, നീ പറയണതൊന്നും എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറയുമ്പം, കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല, നന്ദനെ കാണാതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഞാൻ തന്നെയാണ്, എൻ്റെ ആൾക്കാർ അവനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയെന്ന്. അത് കേട്ടതും കുരുവിള പറയുന്നുണ്ട്, ഇത് വലിയ പ്രശ്നമാകുമ്പല്ല, നീ ഉദ്ദേശിക്കുന്നിടത്തൊന്നും പ്രശ്നങ്ങൾ നിൽക്കില്ല, അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ് നിൽക്കണേ, അതിൻ്റെ കൂടെ ഇതും കൂടി വേണ്ടായിരുന്നു ബെല്ല എന്ന് പറയുമ്പം, അതെന്തോ ആയിക്കോട്ടെ, പാപ്പന അതോർത്ത് ടെൻഷനാവുമൊന്നും വേണ്ട, ഇനിയിപ്പോൾ നന്ദനെ കാണണമെങ്കിൽ അവരെൻ്റെ കാല് പിടിക്കേണ്ടി വരും, അപ്പോൾ ഞാൻ കുറച്ച് ഡിമാൻഡുകൾ വയ്ക്കും, ഇപ്പോൾ പന്ത് എൻ്റെ കോർട്ടിൽ, അതോർത്ത് പാപ്പൻ ടെൻഷനാവണ്ടെന്ന് പറയുമ്പം കുരുവിള പറയുന്നുണ്ട്, ബെല്ല ഇത് വലിയ പ്രശ്നമാവും, നീ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നുമല്ല, ആ ഹരിവക്കീൽ നിസ്സാരക്കാരനൊന്നുമല്ല, നിനക്കറിയാലോ അയാൾ വലിയൊരു ജഡ്ജാ, അയാൾ ഇടപെട്ടേക്കണ കേസിൽ നീ ഇങ്ങനെ ഒരു മണ്ടത്തരം ചെയ്ത് എന്തിനാ ബെല്ലാന്ന് ചോദിക്കുമ്പം പാപ്പന് ഇത് മണ്ടത്തരമായിട്ടൊക്കെ തോന്നും, പക്ഷേ എനിക്കങ്ങനെ തോന്നണില്ല, ഇനി പാപ്പ നോക്കിക്കോ, ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ വരുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതി ഈ ഋഷി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അരുന്ധതിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ എടുത്ത് അരുന്ധതി നോക്കിയതും പ്രഭാവതിയാന്ന് കണ്ടിട്ട്, ഈ പ്രഭാവതി എന്തിനാ ഇപ്പം എന്നെ വിളിക്കണേന്നുള്ള ചിന്തയിൽ അരുന്ധതി ഫോൺ എടുക്കുന്നുണ്ട്. ഫോൺ എടുത്തതും എന്താ പ്രഭാവതി എന്ന് ചോദിച്ചതും എൻ്റെ മോനെ എവിടെയെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, നിങ്ങളുടെ മോനെ എവിടെയെന്നോ, നിങ്ങളുടെ മോൻ നിങ്ങളുടെ വീട്ടിലല്ലേ എന്ന് ചോദിക്കുമ്പം, ഇല്ല ഇന്നലെ രാത്രി അവൻ ഉറങ്ങാൻ കിടന്നതാ, ഇന്ന് നേരം വെളുത്തപ്പോൾ അവനെ കാണുന്നില്ല, അരുന്ധതി എൻ്റെ മോനെ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഈ അരുന്ധതിക്കാണെങ്കിൽ ഋഷി പറഞ്ഞ ആ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്, ഇന്നും കൂടി നന്ദൻ അച്ഛനമ്മമാരുടെ കൂടെ ചന്ദ്രോത്ത് ഉറങ്ങും, നാളെ മുതൽ എൻ്റെ കസ്റ്റഡിയിലായിരിക്കുമെന്ന്. അങ്ങനെ അരുന്ധതിക്ക് ഭയമാവുന്നുണ്ട്. എന്നിട്ട് അരുന്ധതി ചോദിക്കുന്നുണ്ട്, ശരിക്കും നന്ദൻ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം, എനിക്കറിയില്ല അരുന്ധതിക്ക് അതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ എൻ്റെ മകനെ ഒന്നും ചെയ്യരുത്, അവനെ വിട്ടു തരണം എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല പ്രഭാവതി. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, അറിയാതെ അവനൊരു തെറ്റ് പറ്റിപ്പോയി, അതിന് അരുന്ധതി അവൻ്റെ ജീവൻ എടുക്കരുത്, എനിക്ക് എൻ്റെ മകനെ വിട്ടു തരണം, ഇതിന് എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം, വേണമെങ്കിൽ എൻ്റെ ജീവൻ എടുത്തോ, എന്നാലും എൻ്റെ മകനെ വെറുതെ വിടണമെന്ന്. ആ സമയത്ത് അരുന്ധതി ആണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെവിനാണെങ്കിൽ ഇസബല്ലയുടെ അടുത്തേക്ക് വരാണ്. ഇസബല്ല കെവിനെ കണ്ടതും, എന്താ കെവിൻ നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പം, എനിക്ക് ഇസബല്ലയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്, നീ നന്ദനെ എന്താ ചെയ്തതെന്ന്. ആ സമയം ബെല്ല ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി കെവിൻ, നന്ദൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, പ്രഭയാൻറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ രാത്രി ഉറങ്ങാൻ പോയ നന്ദനെ രാവിലെ പ്രഭയാൻറ്റി ചായയായിട്ട് ചെന്നപ്പോൾ കണ്ടില്ല എന്നാണ് പറഞ്ഞത്, ഇന്നലെ നീ ആരോടോ സംസാരിക്കണമെന്ന് ഞാൻ കേട്ടായിരുന്നു, അപ്പം നിന്നോട് ചോദിച്ചപ്പോൾ നീ പേര് പറഞ്ഞാൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ, അപ്പം തന്നെ എനിക്കൊരു സംശയം തോന്നിയായിരുന്നു, എന്തായാലും നീ നന്ദനെ എന്താ ചെയ്തതെന്ന് പറയാമെന്ന്. അന്നേരം ഇസബല്ല പറയുന്നുണ്ട്, നിലവിൽ ഞാൻ നന്ദനെ ഒന്നും ചെയ്തിട്ടില്ല,
പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അവൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അവനെ എന്തെങ്കിലും ചെയ്യും. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് അവനെ, എനിക്ക് അവനെ കിട്ടിയില്ലെങ്കിൽ ദേവികയ്ക്കും വേണ്ടാന്ന് ഞാൻ അങ്ങോട്ട് വയ്ക്കുന്നു. ആ സമയം കെവിൻ പറയുന്നുണ്ട്, എന്തായാലും വല്ല അവൻ നമ്മളുടെ സുഹൃത്തല്ലേ, അവനാണെങ്കിൽ നമ്മളുടെ ചതിയൊന്നും അറിഞ്ഞിട്ടുമില്ല, എന്നിട്ടും നീ അവനെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കണേ, അവനെ ഒന്നും ചെയ്യരുത്, അവനെ വെറുതെ വിടണം, ഇതെൻ്റെ ഒരു അപേക്ഷയാന്ന് പറയുമ്പം ഇസബെല്ല പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ നന്ദനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. നന്ദൻ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങാൻ തന്നെ തീരുമാനമെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവനെ കൊന്നു കളയുന്നു. ആ സമയം കെവിനാണെങ്കിൽ ഇസബെല്ലയുടെ സംസാരം കേട്ടിട്ട് പേടിയാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ബെല്ല നിൻ്റെ ഈ പോക്ക് നാശത്തിലേക്കാ, ഇതിന് ഞാൻ കൂട്ടു നിൽക്കൂല, നീ നന്ദനെ എവിടെയാ കൊണ്ടു താമസിപ്പിച്ചേക്കണേന്ന് ചോദിക്കുമ്പം അതൊന്നും തൽക്കാലം നിന്നോട് പറയാൻ നിവൃത്തിയില്ല. സമയത്ത് കെവിൻ പറയുന്നുണ്ട്, നീ എന്ത് ചെയ്താലും കുടുങ്ങണത് ഞാനും കൂടെ കൂടിയാ, അത് നിനക്ക് ഓർമ്മ വേണമെന്ന്. സമയത്ത് ഇസബെല്ല പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് അറിയാടാ, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, നിനക്കൊരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാന്ന്. പിന്നീട് കാണിക്കുന്നത് ഋഷീനെയാണ്. ഋഷിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. ആ സമയത്ത് അരുന്ധതി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാ ഋഷി ചെയ്തു കൂട്ടണത്, ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് എന്താണെന്ന് നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പം അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷനാവണത്, ഇതൊന്നും ചെയ്തേക്കണത് ഞാനല്ല എന്ന് പറയുമ്പം പിന്നെ നന്ദനെ ആരാ തട്ടിക്കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പോൾ അത് ബെല്ല ഏർപ്പാട് ചെയ്ത ആളുകളാണ് നന്ദനെ തട്ടിക്കൊണ്ടുപോയേക്കണേ, അതിലൊന്നും എനിക്കൊരു പങ്കുമില്ല. മോനെ ഋഷി, നീ ചെയ്യണത് വലിയ അബദ്ധമാണ്, ഇത് വലിയ അപകടത്തിലേക്ക് പോകും, നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കൂല, എത്രയും പെട്ടെന്ന് നന്ദനെ പറഞ്ഞയക്കണം. അന്നേരം ഋഷി പറയുന്നുണ്ട്, നന്ദനെ പറഞ്ഞയച്ചാൽ അവൻ ഇന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായി സത്യങ്ങളൊക്കെ പറയില്ലേ, അപ്പോഴും ഞാൻ കുടുങ്ങൂലേ, അതുകൊണ്ട് അതിലും നല്ലത് ഇത് തന്നെയാണ്. ബെല്ല എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നതനുസരിച്ച് കാര്യങ്ങൾ നടന്നാൽ ബെല്ല ഇന്ന് തന്നെ അവനെ പറഞ്ഞയക്കുമെന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, ഇത് വലിയ പ്രശ്നമാവും ഋഷി, പോലീസ് ഇപ്പോൾ തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്, ഇതിപ്പോൾ MLAയുടെ ഭർത്താവിനെ കാണാതായിരിക്കണം, അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം ഊർജിതമായിരിക്കും. സിദ്ധാർത്ഥനാണെങ്കിൽ മുൻ MLAയുമാണ്, അവർക്ക് നല്ല പിടിപാടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പിടിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട്, അങ്ങനെ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതം അങ്ങോട്ട് അവസാനിപ്പിക്കുമെന്ന്. അത് കേട്ടതും അരുന്ധതിക്കാണെങ്കിൽ ഋഷിയോട് എന്ത് പറഞ്ഞ് മനസ്സിലാക്കിക്കുമെന്ന് അറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കണ ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.